എത്ര പെട്ടെന്നല്ലേ ദിവസങ്ങൾ പോണത്. ഞാൻ കോളേജ് ജോയിൻ ചെയ്തിട്ട് 6 മാസമായിന്ന്. എനിക്കെന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. എനിക്ക് ഇന്നലെ വന്നൊരു ഫീലാണ് ഇപ്പോഴുള്ളത്. എന്തായാലും ഫസ്റ്റ് സെമ്മ് കഴിഞ്ഞു. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇറ്റ്സ് മീ ലിയ. ഇന്ന് കോളേജ് വ്ളോഗാണ്. ഇന്ന് നമ്മുടെ ഫസ്റ്റ് സെമ്മിലെ ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ സെമിനാറുണ്ട് കോളേജിൽ. വേറെ കാര്യമായിട്ട് ക്ലാസ് ഒന്നുമില്ല. സെമിനാർ കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലേക്ക് പോകുന്നു സ്റ്റഡി ലീവിന്. അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് സെമിനാർ, നമ്മൾ ഓൾറെഡി ലേറ്റാണ്. അപ്പോൾ ഇനി നമുക്ക് ക്ലാസ്സിലെത്തിയപ്പോൾ അവിടെ സെമിനാർ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ഗ്രൂപ്പ് സെമിനാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഗ്രൂപ്പ് അതിന് അടുത്ത ഗ്രൂപ്പ് എൻ്റെ ഗ്രൂപ്പാണ്. എൻ്റെ കോളേജിലെ ഫസ്റ്റ് സെമിനാറാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സെമിനാർ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾക്ക് ഫ്രീ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ക്യാൻറ്റീനിൽ എത്തിയിട്ടുണ്ട്. ക്യാൻറ്റീനിക്ക് ഫുഡ് കഴിക്കാൻ വന്നതാണ്. അപ്പോൾ നസീർക്കനങ്ങൾക്ക് പഴംപൊരി പോണ്ടി വന്ന നസീർക്ക് അത് അവിടെ ഇരിക്കണു. എങ്ങനെയുണ്ട് പഴംപൊരി? ബോണ്ട എങ്ങനെയുണ്ട്? പഴംപൊരി നമ്മുടെ കോളേജിലെ ക്യാൻറ്റീനിലെ പഴംപൊരി ആയതുകൊണ്ട് പറയല്ല. സിഫ ചായ കുടിക്കുകയാണ്. ക്യാൻറ്റീനിലെ ചായ എങ്ങനെയുണ്ട്? അത് അടുത്തുള്ള സെമിനാർ എടുക്കാനുള്ളതല്ലേ? അത് ചേച്ചി മനസ്സറിഞ്ഞ് വന്നിട്ട് ക്യാൻറ്റീനിലെ കോൽമുട്ടായി എങ്ങനെയുണ്ട് ലിയ? ക്യാൻറ്റീനിലെ കോൽമുട്ടായി എങ്ങനെയുണ്ട്? പറ, ക്യാൻറ്റീനിലെ കോൽമുട്ടായി എങ്ങനെയുണ്ട്? പറയേ. പദം പിടിച്ചിട്ട് അതുകൊണ്ട് പദം പിടിച്ചോയിന്നോ? അതെന്താ പദം പിടിക്കണേ? അതെന്താ? ഇല്ല. പൂപ്പലടിക്ക. കോൽമുട്ടായി എങ്ങനെയുണ്ട്? ഇപ്പം നമുക്ക് ഫ്രീ ആണ്. അപ്പം നമ്മളിങ്ങനെ നടക്കുകയാണ്. ഫസ്റ്റ് സെമ്മിലെ ലാസ്റ്റ് ഡേ ആണ്. ഇതായാലും നമ്മൾ എക്സാമിൻ്റെ അന്നേ കാണുള്ളൂ. എങ്ങനെ ഉണ്ടായിരുന്നു? ഹൗ വാസ് യുവർ ഫസ്റ്റ് സെം? വളരെ മോശമായി. ബാക്കിക്കൊക്കെ സ്നാപ്പ് എടുക്കുന്നു. ശരിക്കും കോളേജിൽ 2 അവസ്ഥകൾ രസം. ഒന്ന് ഇതേപോലെ ശാന്തമായ അന്തരീക്ഷവും, 2 നല്ല ബഹളമുള്ള അന്തരീക്ഷവും. എലക്ഷൻ സമയത്തൊക്കെ നല്ല രസമാണ്. എല്ലാവരും കോളേജിൽ ഉണർന്നിരിക്കുന്ന സമയം, കോളേജ് ഉറങ്ങുന്നില്ല ആ സമയങ്ങളിൽ നല്ല രസമായിരുന്നു. ഇപ്പോൾ വേറെ പക്ഷേ ഇതിലിടയിലുള്ള സിറ്റുവേഷൻ മിനിസ്റ്റർ ഫോർ എഡ്യൂക്കേഷൻ ഒക്ടോബർ 1990 ബോട്ടാണിക്കൽ ഗാർഡൻ. അതപ്പോൾ എത്ര വർഷമുണ്ട്? 2024. അങ്ങനെ വീണ്ടും ക്ലാസ് കയറി. ഈ ക്ലാസ്സിൽ വീണ്ടും സെമിനാറായിരുന്നു. അത് കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ ടൈമായപ്പോൾ കൂപ്പൺ എടുക്കുകയാണ്. കൂപ്പൺ എടുത്താൽ നമുക്ക് 10 രൂപക്ക് ഫുഡ് കിട്ടും. ക്യൂ നിൽക്കുകയാണ്. ക്യാൻറ്റീനിലെ ക്യൂ നീണ്ടു പോകും. എന്തു വിധി ഇത്! 10 രൂപക്ക് ഇത്രയും കിട്ടണില്ലേ? ലിയ മജ്ബൂസ് കൊടുന്നു. ലാസ്റ്റ് ക്യാൻറ്റീന്ന് അനുലക്ഷ്മിൻ്റെ പ്ലേറ്റിൽ വാരി തിന്നു. എന്താണ് പറയാനുള്ളത്? കാരണം ആ സാന്ദ്ര കൈ കൊണ്ട നിർത്തിയിട്ടില്ല.
എൻ്റെ സെമിനാർ കണ്ട് നിങ്ങൾക്ക് ക്രഷ് അടിച്ചു അത്. ഒരു റൗണ്ട് ഇവിടെ, അടുത്ത റൗണ്ട് ഇവിടെ ഉണ്ട്. നമ്മളെ ഫസ്റ്റ് സെമിലെ ലാസ്റ്റ് ഡേ എന്താ പറയാനുള്ളത്? നസീഫേ വേണ്ട, നസീഫൊന്നും പറയണ്ട. ഷാഹിമേ ഫസ്റ്റ് സെമിലെ ലാസ്റ്റ് ഡേ ആണ്, എന്താ പറയാനുള്ളത്? പറയണ്ട. സെമ്മിലെ ലാസ്റ്റ് ഡേ ആണ്, എന്താ പറയാനുള്ളത്? ഫസ്റ്റ് സെമ്മിലെ ലാസ്റ്റ് ഡേ ആണ്, എന്താ പറയാനുള്ളത്? എല്ലാവരും വയറ് നിറച്ച് കഴിച്ച് ഞങ്ങൾ ബിരിയാണി കഴിച്ച് സെമ്മിലെ ലാസ്റ്റ് ഡേ ആണ്, എന്താ പറയാനുള്ളത്? മികച്ച രീതിയിൽ പഠിച്ചു മുന്നേറും. നിന്റെ ബ്ലോഗിൽ ഫുള്ള് ഗംഗയാണ് രാവിലെ മുതലേ. വിശാലെ ക്യാമറ ഓണാക്കി അയച്ചിട്ടുണ്ട്. ഫസ്റ്റ് സെമ്മിലെ ലാസ്റ്റ് ഡേ ഓൻക്കാണ്. അടുത്തൊരു സെമിനാറും കൂടെ ഉണ്ട്, അത് കഴിഞ്ഞാൽ ഫസ്റ്റ് സെമ്മേ കഴിഞ്ഞു. എക്സാമിന് കാണാം. എക്സാമിന് വ്ളോഗ് എടുക്കാൻ പറ്റുകയാണെങ്കിൽ എടുക്കണ്ട്, അല്ലെങ്കിൽ ഓക്കെ. പിന്നെ ക്ലാസ് കാണിച്ചു തരാം. അനഘ ഹലോ. അനീന എൻ്റെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നിമിഷയും അനീനയും. ക്ലാസ്സിലെ സ്ലീപ്പർ അർച്ചന കിടന്നുകൊണ്ടിരിക്കുകയാണ്. അൻസേറ അപ്പം എപ്പോഴും ഫോണും ആയതുകൊണ്ട് കുഴപ്പമില്ല. ബാപ്പു സീറ്റിക്ക് ഇരിക്കാം. അങ്ങനെ ലഞ്ച് ബ്രേക്കിന് ശേഷം ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഗ്രൂപ്പിൻ്റെ സെമിനാറാണ്. ലിയ സെമിനാർ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഷിഫയുടെ വെയിറ്റിങ്ങിലാണ്. അങ്ങനെ ഷിഫൻ്റെ കൂടെ എത്തിയിരിക്കുകയാണ്. ഇത് ഇന്നലെ രാത്രി മുതലേ കേൾക്കാൻ തുടങ്ങിയ സംഭവമാണ്. ഇന്നലല്ല, മിഞ്ഞാന്ന് രാത്രി മുതലേ കേൾക്കാൻ തുടങ്ങിയത്. ഞങ്ങൾക്ക് നസീർ ഖാൻ്റെ വക ഐസ്ക്രീം കിട്ടി ഗൈസ്. ക്വസ്റ്റ്യൻ ഹവറാണ്. ഇവർ മനഃപൂർവ്വം എന്നോട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടി പറഞ്ഞു. ഞാൻ ചോദിച്ചു. ഇതിന് മുമ്പത്തെ ടീം മനഃപൂർവ്വം എന്നെ തന്നെ വിളിച്ചു. ലീ ഒരു പ്രധാന ഇരയാണ്. അതെ, പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മുടെ ക്ലാസ് കഴിഞ്ഞു. ഇന്നത്തെ നമുക്ക് എക്സാമിൻ്റെ അന്ന് കാണാം. ക്ലാസ് കഴിഞ്ഞ് പോവാണ്. സെമ്മിൽ പറ്റാത്തതൊക്കെ നമ്മൾ അടുത്ത സെമ്മ പിടിക്കും. അതാണ് ഈ സെമ്മിൽ അവന് പെണ്ണ് കിട്ടില്ല. അതായത് അടുത്ത സെമ്മിൽ അവന് പെണ്ണ് കിട്ടും എന്നാണ് അവൻ പറഞ്ഞത്. അല്ല സേറ ഉപദേശം ഇനി നമ്മൾ വീട്ടിൽ പോവാണ്. എന്ന് പറഞ്ഞതിനേക്കാൾ ഞങ്ങൾ നേരത്തെയാണ്. ബസ് കയറി പോകാൻ വേണ്ടി നിൽക്കുകയാണ്. നിൽക്കൂലെന്നറിയാം, എന്നാലും ഒരു പ്രതീക്ഷേൻ്റെ പുറത്താണ് നമ്മുടെ ജീവിതം. സാധാരണ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് നിർത്തിയാൽ എല്ലാവരും ഒന്നും കയറ്റില്ല. പക്ഷേ ഇന്ന് എന്തോ ഭാഗ്യമുണ്ടായിരുന്നു. ബസ് സ്റ്റോപ്പിൽ എത്തിയതും ബസ് വന്നതും ഞങ്ങൾ കയറിയതൊക്കെ ഒരേ ടൈമിങ്ങിലായിരുന്നു. മാഷാ അല്ലാ. അങ്ങനെ ഞങ്ങൾ ബസ് സ്റ്റോപ്പിലെത്തിയിട്ടുണ്ട്. ബസ് സ്റ്റാൻഡിലെത്തിയിട്ടുണ്ട്. നീണ്ട യാത്രയ്ക്ക് ശേഷം വിശക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ തൽക്കാലത്തിന് വിശപ്പൊക്കെ അടക്കി ബസ് കയറി പോകാം. ഇപ്പോൾ സമയം എത്രയായി? 4:45. ഞങ്ങൾ നേരത്തെയാണ്. സാധാരണ 6 മണിക്കാണ് എത്തല്.
2 മണിക്കൂർ നീണ്ട യാത്രയ്ക്ക് ശേഷം വീണ്ടും 2 മണിക്കൂർ യാത്രയിലേക്ക് ഞാൻ കിടക്കുകയാണ്. അങ്ങനെ എന്നെത്തുന്നേക്കാളും കുറച്ചുകൂടി നേരത്തെ എത്തിയിരുന്നു. അങ്ങനെ ഇപ്പം എന്നെ കൂട്ടാൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ ഒരാൾ എന്നെ കാത്തിരിക്കുകയാണ്. പക്ഷേ കാത്തിരിപ്പിൻ്റെ എക്സൈറ്റ്മെൻറ്റ് ക്യാമറ കണ്ടതുകൊണ്ടാണെന്ന് തോന്നുന്നു മുഖത്തിൽ. എന്തെങ്ങനെ നോക്കണ്ട്? ചെന്ന ഉടനെ തന്നെ അമ്മച്ചി നാരങ്ങ വെള്ളം പഴംപൊരി ഉണ്ടാക്കിയിരുന്നു. അത് കഴിച്ച് പിന്നെ കുളിച്ച് ഫ്രഷായി. ചോറ് തിന്നാനുള്ള എക്സൈറ്റ്മെൻറ്റിലാട്ടോ. ചോറും വെണ്ടക്ക കറിയും ചമ്മന്തിയും സോയാബീനും മീൻ പൊരിച്ചതും പപ്പടും. ആഹാ, മനസ്സിന് സന്തോഷമായിട്ടോ ഇത് കാണുമ്പോൾ തന്നെ. അങ്ങനെ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ബൈ ബൈ.